നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം സോൾവ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0.001 എക്സ് സ്ക്വയർ. ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. y ഓഫ് 0 ഈക്വൽ ടു 0 ആൻഡ് y ഡാഷ് 0 ഈക്വൽ ടു 1.5. നമ്മൾ സൊല്യൂഷൻ, ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ പ്ലസ് പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. So y equal to general solution y equal to yc, that means complementary part yc plus yp. ഫസ്റ്റ് നമ്മൾ yc കണ്ടുപിടിക്കുകയാണ്. yc നമുക്കറിയാം ഹോമോജീനിയസ് ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹോമോജീനിയസ് ഇക്വേഷൻ വെച്ചാൽ ആർ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ് വാല്യൂ? 0.001 എക്സ് സ്ക്വയർ ആണ് ആർ ഓഫ് എക്സിൻ്റെ വാല്യൂ. സോ നമുക്ക് ആർ ഓഫ് എക്സ് 0 ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വിൽ ബി y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0 ആയിട്ട് മാറും. y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0 ആയിട്ട് മാറും. ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ എന്താ ചെയ്യാറുള്ളത്? സെക്കൻഡ് ഓർഡർ ഇൻ്റഗ്രലിനെ, സെക്കൻഡ് ഓർഡർ ഡെറിവേഷനെ നമ്മൾ ഡി സ്ക്വയർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് ലാംഡയുടെ ഫോമിലാക്കും. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കാണും അല്ലേ? സോ y ഡബിൾ ഡാഷ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. സോ ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ കോംപ്ലക്സ് റൂട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ, റിയൽ പാർട്ട് ഇല്ല. സോ നമ്മുടെ സൊല്യൂഷൻ വിൽ ബി വൈ സി ഈക്വൽ ടു, ഇത് നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. കോംപ്ലക്സ് റൂട്ടാണെങ്കിൽ സൊല്യൂഷൻ്റെ ഫോം എങ്ങനെയാണെന്നുള്ളത്. സോ വൈ സി ഈക്വൽ ടു C1 കോസ് എക്സ് പ്ലസ് C2 സൈൻ എക്സ് ആയിരിക്കും വൈ സി എന്ന് പറയുന്നത്. സോ നമുക്ക് വൈ സി കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വൈ പി ആണ്. വൈ പി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏത് നോക്കിയിട്ടാണ്? ആർ ഓഫ് എക്സ് എന്താണോ ആ ഫോം നോക്കിയാണ് നമ്മൾ വൈ പി കണ്ടുപിടിക്കുന്നത്. സോ ആർ ഓഫ് എക്സ് നമ്മൾ എടുത്ത് എഴുതി. ആർ ഓഫ് എക്സ് ഈക്വൽ ടു 0.001 എക്സ് സ്ക്വയർ. സോ ആർ ഓഫ് എക്സിൻ്റെ ഫോം ഏതാണോ അതിൻ്റെ അതേ ഫോമിൽ വൈ പി നമ്മൾ ഓൾറെഡി ഞാനൊരു ടേബിൾ ഇതിട്ട് തൊട്ട് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി നമ്മൾ വൈ പി എടുത്തെഴുതി. വൈ പി ഈക്വൽ ടു എക്സ് സ്ക്വയർ എക്സ് റേസ് ടു എൻ. എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ്, എ ഇൻറ്റു എക്സ് റേസ് ടു എൻ ഫോമിലാണെങ്കിൽ വൈ പി ഈക്വൽ ടു K2 K1 Kn ഒക്കെ നമുക്ക് കോൺസ്റ്റൻറ്റുകളാണ്. നമുക്ക് എ എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ K1 K2 എന്ന് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ K2 എന്നാണ് യൂസ് ചെയ്യുന്നത്. K2 എക്സ് സ്ക്വയർ എക്സ് റേസ് ടു എൻ ആവുമ്പോൾ എക്സ് റേസ് ടു എൻ എന്നാണ് നമ്മൾ വൈ പിയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ K2 എക്സ് റേസ് ടു 2 പ്ലസ് K1 എക്സ് പ്ലസ് K0 ആണ് നമ്മുടെ വൈ പി എന്ന് പറയുന്നത്. ഇനി നമ്മളതിൻ്റെ വാല്യൂസ് K1 K2 K3 ഒക്കെ K0 ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ വൈ പി ഡാഷ് കാണുകയാണ്. വൈ പി ഡാഷ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുകയാണ്. സോ 2K2 എക്സ് പ്ലസ് K1, ദെൻ വൈ പി ഡബിൾ ഡാഷ് ഈക്വൽ ടു 2K2. ഇനി നമ്മൾ ഇതേ സംഭവം തന്നെയാണ് നമുക്ക് ഇതിനെ രണ്ട് സൈഡിലും ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 0.001 എക്സ് സ്ക്വയർ ആണ് നമുക്ക് തന്നേക്കുന്നത്. ഇതേ സംഭവമാണ് വൈ പിയുടെ സ്ഥലത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ വൈ ഡബിൾ ഡാഷിൻ്റെ സ്ഥലത്ത് വൈ പി ഡബിൾ ഡാഷും വൈയുടെ സ്ഥാനത്ത് വൈ തന്നെ. ഇനിയിപ്പോൾ വൈ ഡാഷ് ഉണ്ടെങ്കിൽ വൈ ഡാഷ് നമ്മൾ ഇവിടെ നിന്ന് എന്താണോ കണ്ടുപിടിച്ചത് അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ വൈ ഡബിൾ ഡാഷിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് വൈ പി ഡബിൾ ഡാഷ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ വൈ പി ഡബിൾ ഡാഷ് ഈക്വൽ ടു 2K2 പ്ലസ് വൈ ഈക്വൽ ടു, വൈയുടെ സ്ഥാനത്ത് വൈ പി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ വൈ പി ഈക്വൽ ടു K2 എക്സ് സ്ക്വയർ പ്ലസ് K1 എക്സ് പ്ലസ് K0 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നമ്മുടെ ആർ ഓഫ് എക്സ് 0.001 എക്സ് സ്ക്വയർ. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്തു. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 0.001, ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് K2. സോ K2 ഈക്വൽ ടു 0.001. K1 x1നും എക്സിനും കോൺസ്റ്റൻറ്റ് ടേമുകളും ഇവിടെ റൈറ്റ് സൈഡിൽ ഇല്ല. സോ K1 ഈക്വൽ ടു 0, ദെൻ കോൺസ്റ്റൻറ്റ് ടേം 2K2 പ്ലസ് K0 ഈക്വൽ ടു 0. സോ ഓൾറെഡി K2ൻ്റെ വാല്യൂ നമുക്കറിയാം. സോ 2 ഇൻറ്റു K2 ഈക്വൽ ടു K0 ഈക്വൽ ടു മൈനസ് 0.002 നമുക്ക് കിട്ടി. സോ നമുക്ക് ഇതിലെ കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ എല്ലാം വാല്യൂസ് കിട്ടി. അത് നമ്മൾ വൈ പിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വൈ പി ഈക്വൽ ടു K2ൻ്റെ വാല്യൂ മൈനസ് 1002 എക്സ് സ്ക്വയർ പ്ലസ് K1 എന്ന് പറയുന്നത് 0, ദെൻ K0 എന്ന് പറയുന്നത് K2 എന്ന് പറയുന്നത് 0.001. ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വൈ പിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി വൈ പി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? വൈ ഈക്വൽ ടു വൈ സി പ്ലസ് വൈ പി ആണ്. സോ വൈ സി നമുക്ക് കിട്ടിയിട്ടുണ്ട്, വൈ പിയും ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ വൈ ഈക്വൽ ടു വൈ സി പ്ലസ് വൈ പി. വൈ സി എന്ന് പറയുന്നത് C1 കോസ് എക്സ് പ്ലസ് C2 സൈൻ എക്സ് പ്ലസ് വൈ പി എന്ന് പറയുന്നത് 0.001 എക്സ് സ്ക്വയർ മൈനസ് 0.002.
ഇനി നമുക്ക് കംപ്ലീറ്റ് ആയോ? ഇല്ല. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കൂ, ഇനീഷ്യൽ കണ്ടീഷൻസ് കൂടി തന്നിട്ടുണ്ട്. y0 = 0 ആണെന്ന് തന്നിട്ടുണ്ട്, y'0 = 1.5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് അതിൽ കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇതിൽ വരുന്ന കോൺസ്റ്റൻറ്റ് ടേമുകൾ കൂടി കിട്ടും. C1 C2 കൂടി നമുക്ക് അതിന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടി ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുള്ളത്. സോ ഇനീഷ്യൽ കണ്ടീഷൻസ് ഞാൻ കൊടുക്കുകയാണ്. y0, അപ്പോൾ y0 = 0 ആണ് തന്നേക്കുന്നത്. സോ y0 എക്സിന് 0 കൊടുക്കുമ്പോൾ ഇതിന് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. സോ വൈയുടെ വാല്യൂ 0 കൊടുത്തു, എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ C1 cos 0 + C2 sin 0 + 0.001 × 0 - 0.002. സോ cos 0 വാല്യൂ നമുക്കറിയാം 1 ആണ്, sin 0ൻ്റെ വാല്യൂ 0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും C1ൻ്റെ വാല്യൂ 0.002. ദെൻ നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് y'0 = 1.5. y'0 = 1.5 ഇതുപോലെ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. y'0 എന്ന് പറയുന്നത് ഇതിന് നമ്മൾ ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. y നമുക്ക് കിട്ടിയിട്ടുണ്ട്, y' കണ്ടുപിടിക്കാമല്ലോ. y' എന്ന് പറയുന്നത് C1 - sin x + C2 cos x 0.001 2x, ഇത് 0 ആയിട്ട് മാറും. ഇതിൽ ഇനി നമ്മൾ എക്സിന് 0 കൊടുക്കുന്നു. അപ്പോൾ sin 0 + C2 - C1 sin 0 + C2 cos 0 + എക്സിന് 0 കൊടുക്കും. ഈ ടേം 0 ആയിപ്പോയി. വിച്ച് ഈസ് ഈക്വൽ ടു 1.5 ആണ്. = 1.5 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് C2ൻ്റെ വാല്യൂ കിട്ടും. sin 0 0 ആണ്, cos 0 1 ആണ്. സോ C2 = 1.5 കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കിട്ടി. ഈ C1ഉം C2ഉം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 0.002 ആണ് C1ന് കിട്ടിയിരിക്കുന്നത്. C2ൻ്റെ വാല്യൂ 1.5. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ടോട്ടൽ വൈയുടെ ആൻസർ, ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y എന്ന് പറയുന്നത് ഇതാണ് കിട്ടുക. ഇങ്ങനെയാണ് നമ്മൾ YP കണ്ടുപിടിച്ച് YCയും കൂടി കണ്ടുപിടിച്ച് ടോട്ടൽ ആഡ് ചെയ്ത് നോൺ ഹോമോജീനിയസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് d² - 16i × y = 9.6 × 4 9.6 × e⁴x + 30 e⁴x. സോ നമ്മുടെ സൊല്യൂഷൻ നമുക്കറിയാം. ടോട്ടൽ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y = yc + yp കോംപ്ലിമെൻ്ററി സൊല്യൂഷൻ പ്ലസ് പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് yc എന്ന് പറയുന്നത് ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷനാണ്. സോ ഹോമോജീനിയസ് പാർട്ട് മീൻസ് r(x) = 0. സോ y'' d² - 6i × y എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. d² y എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് y-നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിന് നമുക്ക് y'' എന്ന് എഴുതാം. -16 × i × y മീൻസ് y. i ഐഡൻറ്റിറ്റി ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ്. സോ y'' -16y = 0. ഹോമോജീനിയസ് പാർട്ട് എന്ന് പറയുന്നത് അതിൽ ലാംഡ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിനെ ലാംഡ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ലാംഡ² - 16 = 0. സോ ലാംഡ = നമുക്ക് കിട്ടും ±4. സോ 2 ഡിസ്റ്റിങ് റൂട്ടാണ്. സോ yc = നമുക്ക് കിട്ടുന്ന ആൻസർ C1 e⁴x + C2 e⁻⁴x. സോ yc നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് കാണേണ്ടത് yp ആണ്. yp കാണാൻ നമ്മൾ എന്ത് നോക്കിയാണ് കാണുന്നത്? r(x) എന്താണോ അതിനനുസരിച്ചാണ് yp കാണുന്നത്. ഇവിടെ നമ്മൾ r(x) എടുത്ത് എഴുതി. നമ്മൾ r(x)ന് 2 പാർട്ടുണ്ട്. മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ r(x)ന് ഒരു ടേമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ r(x)ന് 2 ടേം ഉണ്ട്. സോ നമ്മൾ r(x) = 9.6 e⁴x + 30 e⁻x. അപ്പോൾ നമ്മളെ റൂൾസിൽ പറഞ്ഞ ഇതിൽ തേർഡ് റൂള്, സം റൂളാണ് ഇവിടെ വരുന്നത്. 2 ടേമിൻ്റെ സമ്മായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ yp കാണണം, ഇതിൻ്റെ ypയും കാണണം. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ സൊല്യൂഷൻ വരുന്നത്, ടോട്ടൽ yp വരുന്നത്. സോ r(x) = ഒന്ന് e⁻ ഫോമാണ്, രണ്ടും e⁻ ഫോം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. സോ ടോട്ടൽ yp = yp1 + yp2 ആണ്. അപ്പോൾ yp1 എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ yp എഴുതാം. yp1 = e⁻⁴x എന്നുള്ള ഫോമിൻ്റെ yp എന്ന് പറയുന്നത് kx × e⁻⁴x. ഇവിടെ എങ്ങനെ x വന്നത്? ഇതാണ് നമ്മുടെ മോഡിഫിക്കേഷൻ റൂളിൽ പറയുന്നത്. അതായത് നമ്മുടെ r(x)ൻ്റെ ടേമുകളിൽ ഏതെങ്കിലും ഒന്ന് yc, നമ്മുടെ ഹോമോജീനിയസ് പാർട്ട് സൊല്യൂഷൻ സോൾവ് ചെയ്യുന്നത് കിട്ടുന്ന റൂട്ടിൽ ഏതെങ്കിലും ഒരു ടേമുമായിട്ട് സെയിം ആയിട്ട് വരികയാണെങ്കിൽ അവിടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നോക്കുക, r(x)ലെ ഈ ടേം e⁻⁴x എന്ന് പറയുന്ന ടേം സെയിം ടേം തന്നെ ycയിലും വരുന്നുണ്ട്. കണ്ടോ, C1 × e⁻⁴x റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ സെയിം ടേം ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ ടേം എഴുതുമ്പോൾ അവിടെ ഒരു x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ
yp1 ഈക്വൽ ടു k ഇൻറ്റു എക്സ് ഇൻറ്റു ഇ റേസ് ടു 4x. അപ്പോൾ നമുക്ക് yp1 എഴുതി. ഇനി yp2 എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സിൻ്റെ ടേം, അതായത് yp2 ഈക്വൽ ടു എം ഇൻറ്റു ഇ റേസ് ടു. ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്തൊന്നും വരുന്നില്ല നോക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ആർ ഓഫ് എക്സ് എഴുതുമ്പോൾ എടുത്ത് എഴുതിയതിനു ശേഷം yp എഴുതുമ്പോൾ നമ്മുടെ ycയും കൂടി ചെക്ക് ചെയ്യണം. ycയിൽ ഈ ടേം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ വെച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ yp2 എന്ന് പറയുന്നത് എം ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം yp1ലെ ടേംസ് കണ്ടുപിടിക്കുക, കോൺസ്റ്റൻറ്റ് ടേംസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി yp1 ഡാഷ് കണ്ടു. yp1 ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. എക്സ് ഇൻറ്റു ഇ റേസ് ടു 4x. ഓക്കെ, കോൺസ്റ്റൻ്റ് ആണ്. എക്സ് ഇൻറ്റു ഇ റേസ് ടു 4xനെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുകയാണ്. എക്സ് ഇൻറ്റു ഇ റേസ് ടു 4x ഇൻറ്റു 4 പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം. അപ്പോൾ നമുക്ക് yp1 എന്ന് പറയുന്നത് k ഇൻറ്റു ഇ റേസ് ടു എക്സ്, ഇവിടെ രണ്ടും കോമൺ ആണ്. സോ ഞാൻ ഔട്ട് സൈഡ് എടുത്തു. ഇ റേസ് ടു 4x, ബാക്കി ഇവിടെ വരുന്ന ടേം 4x പ്ലസ് 1, 4x പ്ലസ് 1 ആണ് നമ്മൾ വരുന്നത്. ഇനി അടുത്ത് yp ഡബിൾ ഡാഷ് ചെയ്യുമ്പോഴും നമുക്കിവിടെ പ്രൊഡക്റ്റ് റൂൾ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതായിരിക്കും. ഇ റേസ് ടു 4xലും എക്സ് ഉണ്ട്, 4x പ്ലസ് 1 എന്നുള്ള ടേമിലും എക്സ് ഉണ്ട്. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഔട്ട് സൈഡ് എടുത്തു. ഫസ്റ്റ് ടേം ഇ റേസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടേം, ദെൻ പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം. നമ്മൾ കോമൺ ടേമിനെ ഔട്ട് സൈഡ് വീണ്ടും എടുത്ത് ഇ റേസ് ടു 4x കോമൺ ഔട്ട് സൈഡ് എടുത്തു. k ഇൻറ്റു ഇ റേസ് ടു 4x പ്ലസ് 4 പ്ലസ് 16x പ്ലസ് 4 എന്ന് വരും. ഒന്നുകൂടി റെഡ്യൂസ് ചെയ്യുമ്പോൾ yp ഡബിൾ ഡാഷ് നമുക്ക് എന്ത് കിട്ടും, k ഇ റേസ് ടു 4x 16x പ്ലസ് 8 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇതിലെ കോൺസ്റ്റൻറ്റ് ടേം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, y ഡബിൾ ഡാഷ് പ്ലസ് മൈനസ് 16y ഈക്വൽ ടു 0 ആണ് നമ്മുടെ ഇക്വേഷൻ. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. y ഡബിൾ ഡാഷ് മൈനസ് 16y ഈക്വൽ ടു, y ഡബിൾ ഡാഷിന് ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, yp1 ഡബിൾ ഡാഷ് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. yp1 ഡബിൾ ഡാഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, k ഇൻറ്റു ഇ റേസ് ടു 4x ഇൻറ്റു 16x പ്ലസ് 8 മൈനസ് 16 ഇൻറ്റു വൈക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, yp1 വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. yp1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. yp1 എന്ന് പറയുന്നത് 16 ഇൻറ്റു kx ഇൻറ്റു ഇ റേസ് ടു 4x ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ആർ ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 9.6 ഇ റേസ് ടു 4x പ്ലസ് 30 ഇ റേസ് ടു എക്സ്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇ റേസ് ടു 4xൻ്റെ കോഎഫിഷ്യൻസ് തമ്മിൽ കമ്പയർ ചെയ്യാണ്. ഇവിടെ ഇ റേസ് ടു എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് k ഇൻറ്റു 16x പ്ലസ് 8 മൈനസ് 16x ആണ് വരുന്നത്. ഇപ്പുറത്ത് 9.6 ആണ് വരുന്നത്. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് കെയുടെ ടേം കിട്ടും. സോ k ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 1.2 നമുക്ക് ആൻസറായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 1.2 കിട്ടി. അപ്പോൾ നമ്മുടെ ypയുടെ ടേമിൽ കെയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, yp2ൽ കോൺസ്റ്റൻറ്റ് ടേം കണ്ടുപിടിക്കണം. സോ yp2 എന്ന് പറയുന്നത് എത്രയാണ്, m ഇ റേസ് ടു എക്സ്. സോ yp2 ഡാഷ് ഈക്വൽ ടു സെയിം തന്നെ m ഇ റേസ് ടു എക്സ്. yp2 ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് m ഇ റേസ് ടു എക്സ്. വീണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്തു. y ഡബിൾ ഡാഷിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, yp2 ഡബിൾ ഡാഷ് മൈനസ് 16 yp2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് വിച്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ ആർ ഓഫ് എക്സിൻ്റെ ടേം എഴുതി. വീണ്ടും കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുന്നു. ഇവിടെ ഇ റേസ് ടു 4xൻ്റെ കോഎഫിഷ്യൻ്റ് ഒന്നും വരുന്നില്ല. ഇ റേസ് ടു എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഉണ്ട്. സോ m മൈനസ് 16m ഈക്വൽ ടു 30. സോ m ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, -2. അപ്പോൾ നമുക്ക് രണ്ട് ടേമിൻ്റെയും കിട്ടി. സോ ടോട്ടൽ yp എന്ന് പറയുന്നത് എന്താണ്, yp1 പ്ലസ് yp2 ആണ്. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടിയ ആൻസർ എല്ലാം yp1ൽ കിട്ടിയിരിക്കുന്നത് kx ഇ റേസ് ടു 4x ആണ്. കെയുടെ വാല്യൂ 1.2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എക്സ് ഇ റേസ് ടു 4x മൈനസ് yp2ൽ എമ്മിൻ്റെ വാല്യൂ -2 ഇ റേസ് ടു എക്സ്. അപ്പോൾ നമ്മൾ yp രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടോട്ടൽ yp കിട്ടി. നമ്മുടെ ടോട്ടൽ സൊല്യൂഷൻ ആയോ, ഇല്ല. y എന്ന് പറയുന്നത് എന്താണ്, yc പ്ലസ് yp ആണ്. yc ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. yc c1 ഇ റേസ് ടു 4x പ്ലസ് c2 ഇ റേസ് ടു -4x പ്ലസ് yp എന്ന് പറയുന്നത് ഇതാണ്. ഇതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് ഇനീഷ്യൽ കണ്ടീഷനും കൂടി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷനും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് c1ൻ്റെയും c2ൻ്റെയും കിട്ടും. ഇവിടെ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്നും ഇല്ല. സോ നമുക്ക് ഇത്രയും ചെയ്താൽ മതി. ടോട്ടൽ y ഈക്വൽ ടു എന്ന് പറയുന്നത് yc പ്ലസ് yp ആഡ് ചെയ്ത് എഴുതിയാൽ മതി.